ഹായ് ഓൾ, വെൽക്കം ടു ടീച്ചറും പിള്ളേരും യൂട്യൂബ് ചാനൽ. ഇന്ന് നിങ്ങൾ കാണാൻ പോകുന്നത് ഞങ്ങളുടെ ഒരു പ്രോഗ്രാം, ഡാൻസ് പ്രോഗ്രാം ദിവസത്തെ ഒരുക്കങ്ങളും കാര്യങ്ങളൊക്കെയാണ്. എല്ലാവരും നല്ല ധൃതി പിടിച്ച് ഒരുങ്ങുന്നതിൻ്റെ തിരക്കിലാണ്. എൻ്റെ ഡാൻസ് ക്ലാസ്സിലെ എല്ലാ കുട്ടികൾക്കും ഞാൻ ഡാൻസിൻ്റെ മേക്കപ്പ് പഠിപ്പിച്ചു കൊടുക്കാറുണ്ട്. കാരണം ഒരു ഡാൻസ് പ്രോഗ്രാം വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഇന്നത്തെ കാലത്ത് ഒരു മേക്കപ്പ് മാനെ വിളിക്കുകയാണെങ്കിൽ നമുക്കൊരു 2000-2500 രൂപ ചിലവാ. അപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല, നമുക്കൊക്കെ പഠിച്ചെടുക്കാവുന്നതേ ഉള്ളൂ ഈ മേക്കപ്പൊക്കെ. അതുകൊണ്ട് തന്നെ ഇവരൊക്കെ 5ാം ക്ലാസ്സിലും 4ലും 3ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾ വരെയുണ്ട്. അവരൊക്കെ തന്നെ ഒരുങ്ങാനായിട്ട് ബേസിക് കാര്യങ്ങളൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുക. ഇവരൊക്കെ 10ാം ക്ലാസ്സിൽ എത്തിയവരാ. ഇവരൊക്കെ നിങ്ങൾ റീലിൽ കണ്ടിട്ടുണ്ടാവും. ദയ അവിടെ കുട്ടികൾക്ക് മേക്കപ്പ് ചെയ്ത് കൊടുക്കുക. നന്ദന ഇപ്പോൾ പാൻ സ്റ്റിക്ക് ഇട്ടുകൊണ്ടിരിക്കുക. ബാക്കിയുള്ളവരൊക്കെ അവിടെ വെയിറ്റ് ചെയ്യാണ്. അനന്യൊക്കെ 9ാം ക്ലാസ്സിൽ പഠിക്കുക. നന്ദന, ദയ 10ലാണ്. ഒരാൾ പാൻ സ്റ്റിക്ക് ഇടുമ്പോൾ അടുത്ത ആള് പാൻ കേക്ക്, വേറെ ഒരാള് റോസ് പൗഡർ, അങ്ങനെയൊക്കെ. നമ്മൾ ആദ്യമൊന്നും കുട്ടികളെ പഠിപ്പിക്കില്ല മേക്കപ്പ്. ഒരു 4-5 പ്രോഗ്രാം കഴിഞ്ഞാൽ അവരൊന്ന് കളിച്ച് വന്നു കഴിഞ്ഞാൽ നമ്മൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കും മേക്കപ്പിൻ്റെ ബേസിക് കാര്യങ്ങളൊക്കെ. നന്ദന നമ്മുടെ പ്രോഗ്രാമിൻ്റെ കാവടിയും കാര്യങ്ങളൊക്കെ, ഡാൻസിന് ഉപയോഗിക്കുന്ന കാവടിയൊക്കെയാണ് ഇരിക്കുന്നത്. ഒരു പ്രോഗ്രാം വന്ന ഡാൻസ് ക്ലാസ് കണ്ടോ, അത്രയും അലങ്കോലമായിട്ടാണ് കിടക്കുക. ഇതെൻ്റെ നാത്തൂരാണ്, നാത്തൂൻ്റെ മോളാണ് പാറു അവിടെ ഇരിക്കുന്നത്. ഇത് ഹസ്ബൻഡിൻ്റെ അച്ഛൻ. പിന്നെ ചെറിയ കുട്ടികളെയൊക്കെ എല്ലാവരും കുട്ടികൾ സീനിയേഴ്സ് നേരത്തെ ഒരുക്കി, എന്നിട്ടാണ് അവരൊരുങ്ങുക. അപ്പോൾ അവരൊക്കെ റെഡി ആയിട്ട് ഇതാ നമ്മുടെ പ്രോഗ്രാം ഇവിടെ സ്റ്റാർട്ടായി. ആദ്യം തന്നെ ഗണേശ പഞ്ചരത്നാണ്, മുതാകര, ഭരതനാട്യം, അതോടുകൂടിയാണ് തുടക്കം. ഇവരാണ് നമ്മുടെ ആദ്യത്തെ ബാച്ച്. അവരുടെ അരങ്ങേറ്റം ഇക്കഴിഞ്ഞ വിജയദശമിക്കാണ് കഴിഞ്ഞത്. 3-4 വർഷം കഴിഞ്ഞാണ് നമ്മൾ ഭരതനാട്യം അരങ്ങേറ്റമൊക്കെ നടത്താറുള്ളത്. വെറുതെ പേരിന് വേണ്ടിയിട്ട് അരങ്ങേറ്റം നടത്തിയിട്ട് കാര്യമൊന്നുമില്ലല്ലോ. അതുകൊണ്ട് തന്നെ കുട്ടികൾ നല്ലോണം പെർഫെക്ഷനായി അതിന് പാകമായതിന് ശേഷം മാത്രമേ നമ്മുടെ സ്കൂളിലെ കുട്ടികളുടെ അരങ്ങേറ്റം ഞാൻ നടത്താറുള്ളത്. ഇവരിത് അരങ്ങേറ്റത്തിന് ചെയ്ത ഐറ്റം തന്നെയാണ് പ്രോഗ്രാമിനും ചെയ്യുന്നത്. അടുത്തത് ഒരു സെമി ക്ലാസിക്കലാണ്. നമ്മുടെ മാളികപ്പുറം സിനിമയിലെ ഭൂതനാഥ സദാനന്ദാണ് തുടങ്ങുന്ന സോങ്. നന്ദനയാണത്, ആ റെഡ് ഡ്രസ്സ്. ഈ ഡാൻസൊക്കെ ആദ്യം ചെയ്തിരുന്നത് നമ്മുടെ സീനിയർ കുട്ടികളാണ്. അവർ കുറച്ച് പേരുടെ അരങ്ങേറ്റം കഴിഞ്ഞതോടുകൂടി ഞങ്ങൾ പുതിയ കുറച്ച് ചെറിയ കുട്ടികളെയൊക്കെ ഇതിൽ ഉൾപ്പെടുത്തി. ഇവർ വേദിയിൽ ഇങ്ങനെ നൃത്തം അവതരിപ്പിക്കുമ്പോൾ ഒരു ടീച്ചർ എന്ന നിലയ്ക്ക് എനിക്ക് നല്ല സന്തോഷവും അതിലുപരി അഭിമാനമാണ് എനിക്ക് തോന്നാറുള്ളത്. കാരണം അത്രയും നാളും കഷ്ടപ്പെട്ട് നമ്മൾ പ്രോഗ്രാമിന് വേണ്ടി പഠിപ്പിച്ചിട്ട് കുട്ടികൾ അത് നല്ല രീതിക്ക് അവരുടെ മാക്സിമം നല്ല രീതിക്ക് അവർ അവതരിപ്പിക്കുമ്പോൾ ഒരുപാട് സന്തോഷമാണ് നമുക്ക്. ഇത് ഒരു നാഗസ്തുതിയാണ്, ഒരു സെമി ക്ലാസിക്കലാണ്.
നമുക്ക് ടോട്ടൽ 13 ഡാൻസാണ് മൊത്തം ഉണ്ടായിരുന്നത്. 1.5 മണിക്കൂറുള്ള ഒരു പ്രോഗ്രാം. അപ്പോൾ ഇത്രയും നാളും ഞങ്ങളുടെ പ്രോഗ്രാമിനും ഡാൻസിനും റീൽസിനും ഈ ചാനലിനും ഒക്കെ സപ്പോർട്ട് നിന്ന് നിങ്ങൾക്ക് ഒരുപാട് നന്ദി. ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.